പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്തോത്രഗീതം ലൂക്ക 1:46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മുടെ ധ്യാനചിന്തകൾക്ക് കേന്ദ്രമായിരിക്കുന്ന സുവിശേഷ ഭാഗം. ഒക്ടോബർ കൊന്തനമസ്കാര മാസമാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ ആഘോഷമായി നമ്മൾ കൊന്തനമസ്കാരം നടത്തുന്നു. എന്താണ് കൊന്തനമസ്കാരം എന്ന ചോദ്യത്തോടു കൂടി നമ്മുടെ ധ്യാനചിന്തകളിലേക്ക് കടക്കാം. അത് ഒരു അനുസ്മരണമല്ലേ? അതൊരു സ്തുതിപ്പല്ലേ? അത് ആവർത്തിച്ചുള്ള ഒരു അപേക്ഷയല്ലേ? അത് വേദപുസ്തക വചനങ്ങളുടെ ഏറ്റുപറച്ചിലല്ലേ? കർത്താവ് ഈശോയും കന്യകാമാതാവുമാണ് കൊന്തനമസ്കാരത്തിൽ അനുസ്മരിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. എങ്കിലും അത് അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആവർത്തന പ്രാർത്ഥനയായിട്ടാണ്. അതിൽ കൂട്ടായ്മയുണ്ട്, ധ്യാനമുണ്ട്, ആവർത്തനമുണ്ട്, സങ്കീർത്തനത്തിൻ്റെ അനുകരണവുമുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഞാൻ നിങ്ങളുമൊത്ത് ചിന്താവിഷയമാക്കുവാൻ, ധ്യാന വിഷയമാക്കുവാൻ പരിശ്രമിക്കുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സ്തോത്രഗീതത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പ്രധാനമായും എൻ്റെയും നിങ്ങളുടെയും ചിന്താവിഷയമാക്കിയിരിക്കുന്നത്. മറിയത്തിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ അവൾക്കുള്ള മനോഭാവം കണ്ടുപിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള പരിശ്രമമാണ് ഈ ധ്യാനം. ഒന്നാമതായി അത് കർത്താവിൻ്റെ മഹത്വത്തെ പുകഴ്ത്തുന്നതാണ്. ദൈവത്തിന് സ്തുതി ഉയർത്തുക, അല്ലെങ്കിൽ അത് ആലപിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇതാണ് അവൾ ചെയ്യുന്നത്. സ്തുതിപ്പ് പ്രാർത്ഥനയാണ്. ദൈവസ്തുതി പ്രഘോഷിക്കുന്ന എത്രയെത്ര പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. ദൈവമഹത്വത്തെ അറിഞ്ഞവർക്കേ സ്തുതി ആലപിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറിയം നേരിട്ടറിഞ്ഞ അനുഭവം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൾ സ്തുതിഗീതം ആരംഭിക്കുന്നത്. ആദ്യമായി അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. മറിയം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തിയത് അവൾക്ക് ലഭിച്ച വെളിപാടിൻ്റെ വെളിച്ചത്തിലാണ്. അതവൾക്ക് പ്രഘോഷിക്കണം. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ അവൾക്ക് ലഭിച്ചു. അതോട് ചേർന്ന് പോകുന്നതാണ് വൃദ്ധയായ അവളുടെ അമ്മായിക്കും മാതൃത്വത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്നത്. രണ്ടിലും അത്ഭുതമുണ്ട്. രണ്ടിലും ദൈവത്തിൻ്റെ ഇടപെടലിനെ അവൾ തിരിച്ചറിഞ്ഞു. അതിനാൽ അവൾ ദൈവത്തിൻ്റെ സ്തുതിപ്പ് പാടി. രണ്ടാമതായി അവളുടെ ഹൃദയം ആനന്ദം കൊണ്ട് തരളിതമായിരുന്നു. അവൾ ആത്മഗതം ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തുകയാണ് അവളുടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ അനുഭവം. ഉള്ളിലെ ആനന്ദം പ്രകടിപ്പിക്കുന്നതും പ്രാർത്ഥന തന്നെ. നന്മ നിറഞ്ഞവളെ എന്ന മാലാഹായുടെ അഭിസംബോധന അവളുടെ ഉള്ളിൽ വലിയൊരു ഉണർവ് സൃഷ്ടിച്ചു. ആ നിറവിൻ്റെ അനുഭവമാണ് അവൾ സ്തുതിപ്പായി വെളിപ്പെടുത്തുന്നത്. മൂന്നാമതായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ കോരിച്ചൊരിച്ചിലാണ് അവൾ ഉള്ളിൽ അനുഭവിച്ചത്. അതവളെ വിനയാന്വിതയാക്കി. അതും അവൾ ഏറ്റുപറയുന്നു. താഴ്ന്ന ഇടത്തേക്ക് ജലം ഉറവുചാലായി ഒഴുകിയിറങ്ങുന്നത് പോലെ അവളിലേക്ക് ദൈവകൃപ ഒഴുകിയിറങ്ങിയെന്ന് അവൾ ഏറ്റുപറയുകയാണ്. ഏറ്റുപറച്ചിലും പ്രാർത്ഥനയാണ്. നാലാമതായി അവൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം ലഭിക്കുകയാണ്. ഭാവി അവളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. വരുന്ന തലമുറകൾ ഒന്നിനു പുറകെ ഒന്നായി ദർശനത്തിലൂടെ അവൾ കാണുന്നു. അവളെ വരുന്ന തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്നായിരുന്നു അവൾക്ക് ലഭിച്ച ദർശനത്തിൻ്റെ ഉള്ളടക്കം. അതാണ് അവൾ ഏറ്റുപറഞ്ഞത്. അതും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അതുതന്നെയാണ് എലിസബത്തും അവൾക്ക് മുമ്പേ പ്രവചന രൂപത്തിൽ വിളംബരം ചെയ്തത്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അനുഗ്രഹീത എന്ന വാക്ക് സമർത്ഥമായ അനുഗ്രഹത്തെ വിളിച്ചറിയിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നിറവാണത്. നന്മ നിറഞ്ഞവൾ, അനുഗ്രഹീത എന്നീ വിശേഷണങ്ങൾ നിറവിൻ്റെ അനുഭവങ്ങളാണ്. നിറവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഹൃദയത്തെ മുഴുവൻ ഉന്മത്തമാക്കുന്ന അനുഭവമാണ്. അതാണ് ദൈവസ്തുതിപ്പായി, എളിമയുടെ ഏറ്റുപറച്ചിലായി, ആനന്ദ തിമിർപ്പായി അവളിൽ നിന്നും പുറത്തു വന്നത്. ഈ മനോഭാവം അവളുടെ ഹൃദയവിശുദ്ധിയെയും നിഷ്കളങ്കതയെയും തുറന്ന മനസ്സിനെയും വെളിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള മനസ്സിനാണ് ഇതുപോലെ ഒരു പ്രാർത്ഥന നടത്തുവാൻ ആവിഷ്കാരശേഷി ലഭിക്കുന്നത്. എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ അനുഭവം. ഉദാഹരണങ്ങളിലൂടെ അത് ചിത്രീകരിക്കാം. ശുദ്ധജലം ഒരു ഗ്ലാസ്സിൽ കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു തുള്ളി വെള്ളം തുള്ളിയായി തന്നെ ഒരു ഇലയിൽ തിളങ്ങി നിൽക്കുന്ന കാഴ്ച, ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി, ഒരു കണ്ടുമുട്ടലിൽ രണ്ടുപേർ അനുഭവിക്കുന്ന ആനന്ദം, ഇവിടെ ഈ അനുഭവങ്ങളാണ് മറിയത്തിനും എലിസബത്തിനും ഉണ്ടായത്.
ഹൃദയത്തിൻ്റെ നിറവിലും തികവിലും നിന്നാണ് ദൈവസ്തുതിപ്പും പ്രാർത്ഥനയും ഉയരുന്നത്. നമുക്കും ഇങ്ങനെ സ്തുതിപ്പുകൾ ഉയർത്തുവാൻ, ദൈവകരുണയെ ഏറ്റുപറയുവാൻ, ആത്മീയ സന്തോഷം പ്രകടമാക്കുവാൻ, ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാകുവാൻ സാധിക്കുന്നുണ്ടോ? മറിച്ച് ശൂന്യതയുടെ അനുഭവവും ആവലാതിപ്പെടലുമാണോ നമ്മെ പ്രാർത്ഥനയിൽ തടസ്സപ്പെടുത്തുന്നത്, നമ്മുടെ പ്രാർത്ഥനയെ ദുഷ്കരമാക്കുന്നത്? ഭാവി ഇരുളടഞ്ഞതാണെന്നുള്ള അവ്യക്തതയാണോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്? നമ്മോട് തന്നെ ചോദിക്കുവാനുള്ള ചോദ്യങ്ങളാണിവ. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശോധനയായിരിക്കണം ഈ ധ്യാനത്തിൻ്റെ ഒരു ചിന്താവിഷയം. പാപങ്ങൾ ഏറ്റുപറയുക എന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രം. ഏറ്റുപറയേണ്ടത് ആദ്യമായി തന്നെ അനുഗ്രഹത്തിൻ്റെ അനുഭവമായിരിക്കണം. അതുപോലെ ഹൃദയത്തിൻ്റെ സന്തോഷവും ദൈവത്തെ അടുത്തറിഞ്ഞ് അവിടുത്തെ സ്തുതിക്കുവാൻ തയ്യാറാക്കുന്ന ഹൃദയവികാരങ്ങളുമാണ് ഏറ്റവും പ്രധാനമായി ഏറ്റുപറച്ചിലിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തെ ഹൃദയം കൊണ്ട് മുഖാമുഖം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തിമിർപ്പ്, കരുണ ലഭിച്ചതിൻ്റെ അനുഭവം, നിറവിൻ്റെ അനുഭവം, ഇവയെല്ലാം ഹൃദയത്തിൻ്റെ കവിഞ്ഞൊഴുകുന്ന അനുഭവമാണ്. അതാണ് ദൈവസ്തുതിപ്പായി മറിയത്തിൽ നിന്നും അവളുടെ അധരങ്ങളിൽ നിന്നും കണ്ണുകളിൽ നിന്നും മുഖഭാവത്തു നിന്നും പുറത്തു വന്നത്. ഇവയെല്ലാം നമുക്കുമുണ്ടാകുവാൻ നമ്മൾ എത്രമാത്രം മാറണം, അല്ലെങ്കിൽ എത്രമാത്രം വളരണം? നമ്മൾ നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ടോ? പ്രത്യാശ എൻ്റെ ഹൃദയവികാരമാണോ? പ്രത്യാശ എന്നെ ഭാവിയുടെ പ്രവചനത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ഇവയെല്ലാം നിരന്തരം പ്രകടമാക്കിക്കൊണ്ടിരുന്ന വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹവും ഒരു സ്തോത്രഗീതം ആലപിച്ചു. സൂര്യകീർത്തനം എന്നാണ് അതിൻ്റെ പേര്. ക്രമേണ നിശബ്ദതയിൽ ആണ്ടുപോയ ആ ഗാനത്തെ മനുഷ്യഹൃദയങ്ങളിൽ വീണ്ടും ഉണർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പായാണ്. ലൗദാത്തോ സി എന്ന ഇടയലേഖനത്തിലൂടെ. അത് പ്രപഞ്ചം മുഴുവനു വേണ്ടിയും ഉള്ള ആ സ്തോത്രഗീതം ഉൾക്കൊള്ളുന്ന ഇടയലേഖനമാണ്. വിശുദ്ധ ഫ്രാൻസിസ് പാടിയ ഈണത്തിൽ പാടുവാൻ നമ്മളുടെ ഹൃദയങ്ങൾ ഇനിയും ഒത്തിരി പരിശീലനം നേടണം. പ്രപഞ്ചത്തെ മുഴുവൻ മനോമുഖരത്തിൽ കണ്ടുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് കർത്താവായ ദൈവത്തെ സ്തുതിച്ചത്. സൂര്യനെയും ചന്ദ്രനെയും പഞ്ചഭൂതങ്ങളെയും, അതായത് ജലം, അഗ്നി, വായു, കാറ്റ്, ഭൂമി എന്നിവ അവയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുവാൻ. അവയെല്ലാം അദ്ദേഹം പേര് ചൊല്ലി വിളിക്കുന്നു. എല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സജീവമാണ്. അവയ്ക്കെല്ലാം ചലനശേഷിയുണ്ട്. അവയെല്ലാം ദൈവ സൃഷ്ടിയായതുകൊണ്ട് അവ ദൈവത്തെ തിരിച്ചറിയും. ഓരോന്നിനും ഓരോ നാദവും താളവുമുണ്ട്. എല്ലാറ്റിലും ഒരു സംഗീതം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഉണർത്തേണ്ടത് മനുഷ്യനാണ്. അതുവഴിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമ്മിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സംഗീതത്തെയും നമ്മൾ ഉണർത്തണം ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ പ്രാർത്ഥനയിലൂടെ തുടർച്ചയായി ധ്യാനിക്കുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ധ്യാനം? ഈ പ്രപഞ്ചത്തിൻ്റെ ഗാനം കേൾക്കാൻ നമ്മൾ ഉള്ളിലും വെളിയിലും ശാന്തമാകുന്നതല്ലേ ധ്യാനം? പഞ്ചേന്ദ്രിയങ്ങളുടെ ബഹളങ്ങളും നെട്ടോട്ടങ്ങളും അവസാനിപ്പിച്ച് അവ ശാന്തമാകണം. നമ്മുടെ ഭാവനയ്ക്ക് ദിശാബോധം കൊടുക്കണം. ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യം സമാധാനമായി, സ്വാന്തനമായി, സന്തോഷമായി അനുഭവിക്കണം. അപ്പോഴാണ് നമ്മൾ ധ്യാനത്തിലാകുന്നത്. ഏത് വിഷയവും പഠിക്കുവാനും അതിലേക്ക് കടക്കുവാനും ധ്യാനം ആവശ്യമാണ്. അതാണ് വൈദിക വിദ്യാർത്ഥികൾ ആരംഭം മുതൽ, അതുപോലെ തന്നെ സന്യാസികൾ ആദ്യം മുതൽ അഭ്യസിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊരു ലോകമുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നതാണ് ധ്യാനം. അവിടെയാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് നമുക്ക് സ്തോത്രഗീതം ആലപിക്കുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ അവളുടെ ഉള്ളിലാണ് ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ഗബ്രിയേൽ മാലാഖായിൽ നിന്നും അറിഞ്ഞത്. അതൊരു സ്വർഗീയ ദർശനമായിരുന്നു. വെളിയിലായിരുന്നില്ല അത് സംഭവിച്ചത്. നമുക്ക് പ്രപഞ്ചവസ്തുക്കളോട്, പഞ്ചഭൂതങ്ങളോട് സല്ലപിക്കുവാൻ കഴിയുമോ? കാറ്റിനോടും തീയോടും നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്തെന്ന് ചോദിക്കുവാൻ തക്കവണ്ണം അവയോട് നമുക്ക് അടുപ്പമുണ്ടോ? മണ്ണിൽ കൂടി നടക്കുമ്പോഴും ഓടുമ്പോഴും നിനക്ക് വേദനിച്ചോ എന്ന് അതിനോട് എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? മണ്ണിനെ മനുഷ്യൻ മുറിപ്പെടുത്തുന്നതല്ലേ നമ്മൾ ഇവിടെയും കാണുന്നത്? JCB കൊണ്ട് എവിടെയും മണ്ണ് മാന്തുമ്പോൾ അതല്ലേ സംഭവിക്കുന്നത്? വെള്ളത്തോട് നീ എങ്ങോട്ടാണ് ഒഴുകി അകലുന്നതെന്ന് എന്നെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അവയൊക്കെ നമ്മെ തലോടുന്നത് ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ടോ? ദിവസത്തിൽ പല പ്രാവശ്യം വെള്ളത്തെ
കൈകളിലൂടെ ഒഴുക്കി വിട്ടിട്ടും അതിനോട് എനിക്കൊരു ആത്മബന്ധമുണ്ടായിട്ടുണ്ടോ? ഇവിടെ കസാൻസാക്കീസിൻ്റെ ഭാവനാപൂർവമായ ഒരു ചിന്തയ്ക്ക് സ്ഥാനമുണ്ട്. ഞാൻ ബദാം മരത്തിനോട്, അത് ആൽമോണ്ട് മരത്തിനോട് പറഞ്ഞു, സഹോദരി, നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ അത് പൂവിട്ടു. പ്രപഞ്ച വസ്തുക്കൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അവ നമുക്ക് ഉത്തരം നൽകും എന്നതിൻ്റെ ഭാവനാപൂർണമായ ഒരു ചിത്രീകരണമാണിത്. നമ്മിൽ കവിത വിരിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നത്. അവിടുത്തേക്ക് സ്തോത്രഗീതം ആലപിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മിലൊരു സംഗീതം ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തണം. പിന്നെ ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ സ്പർശിച്ച് സ്തോത്രഗീതം ആലപിക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതം തനിമയുള്ളതാകും, വ്യത്യസ്തമാകും. തൻ്റെ കുഞ്ഞിനെ ഉറക്കുവാൻ ഈണത്തിൽ താരാട്ട് പാടുന്ന അമ്മ ഒരു ഉദാഹരണം. ചെയ്യുന്ന ജോലി എളുപ്പമുള്ളതാക്കുവാൻ തനിക്ക് വേണ്ടി തന്നെ പാട്ട് പാടുന്ന ഒരാൾ മറ്റൊരു ഉദാഹരണമാണ്. അടുത്ത് നിൽക്കുന്ന മരങ്ങൾ പരസ്പരം ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും അതിൽ മറഞ്ഞിരിക്കുന്ന ഗാനമല്ലേ. ഓരോ ദിവസവും ജീവിതത്തിൽ പുതുമ അനുഭവിക്കുവാനും അങ്ങനെ വിരസത കൂടാതെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്ക് കൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയണം. കണ്ടുപിടുത്തം എന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് ഇൻവെൻഷൻ എന്നാണ്. ആ വാക്ക് ലത്തീനിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഒന്നിലേക്ക് മനസ്സ് കടന്നു വരിക എന്നാണ് അതിനർത്ഥം. എന്തിലേക്കാണ് ഒരാൾ കടന്നു ചെല്ലുന്നത്? നമ്മുടെ തന്നെ ഉള്ളിലേക്കല്ലേ നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അവിടെ എന്തോ പുതിയത് കാണാനുണ്ട്. ആ കാഴ്ചയുടെ പേരാണ് ഉൾക്കാഴ്ച, ഇൻസൈറ്റ്. ഉൾക്കാഴ്ച എന്ന വാക്കിന് പകരം നിൽക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് ഇൻസൈറ്റ്, ഉള്ളിലേക്ക് ഉള്ള കാഴ്ച എന്നർത്ഥം. കണ്ടുപിടുത്തം എന്ന് പറയുന്നതിൻ്റെ രണ്ടാമർത്ഥം എവിടെയും മറഞ്ഞിരിക്കുന്ന, നമ്മൾ സാധാരണ അവഗണിച്ച് കളയുന്നതിനിടയിൽ ഏറ്റവും വിലപിടിപ്പുള്ള എന്തോ ഒന്നിനെ കണ്ടെത്തുന്നതാണ്. ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട്. പൂവുകളിൽ മറഞ്ഞിരിക്കുന്ന തേൻ, ചെറിയ ജീവജാലങ്ങളുടെ ലോകം, അവർ അത്ര ചെറിയവരല്ല എന്ന കണ്ടുപിടുത്തം, അവരുടെ കൂട്ടായ്മയുടെ മനോഹാരിത, അവർ പരസ്പരം നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ രഹസ്യം. അതുപോലെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ് പ്രകാശം. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റും പ്രകാശം വരച്ചു വയ്ക്കുന്ന വർണ്ണചിത്രങ്ങൾ എത്ര ആണ്. അതുപോലെ മറിഞ്ഞിരിക്കുന്ന അനേകം അത്ഭുതങ്ങൾ ഉണ്ട് ഇനിയും കണ്ടെത്തുവാൻ. അവ കണ്ടെത്തുമ്പോഴാണ് നിങ്ങളും ശാസ്ത്രജ്ഞന്മാരാകുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് എവിടെയും മറിഞ്ഞിരിക്കുന്ന നമ്മളെക്കാളൊക്കെ ഒത്തിരി വലിയ ഒന്നുണ്ട്, തൊട്ടുരുമ്മി നിൽക്കുന്ന അകലത്തിൽ. അതെന്താണ്? അത് ദൈവം തന്നെയല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എവിടെയും കണ്ടെത്തുന്നവരാണ് ഏറ്റവും വലിയ ഇൻവെൻറ്റേഴ്സ്, കണ്ടുപിടുത്തക്കാർ. അവരിൽ അഗ്രഗണ്യരാണ് ചെറിയവരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ, കവികളിലെ കവിയായ ഫ്രാൻസിസ് അസീസി, നിങ്ങളുടെയൊക്കെ പ്രായക്കാരായ, നമ്മുടെ യുവാക്കളുടെ പ്രായക്കാരായ കാർലോ അക്കൂത്തിസ്, അങ്ങനെ അനേകം വിശുദ്ധർ. അവരൊക്കെ ദൈവത്തിന് സ്തോത്രഗീതം പാടിയവരാണ്. നമുക്കെല്ലാം അത് സാധിക്കും. ഒരു സ്തോത്രഗീതം നമ്മുടെ സ്വന്തമായി എഴുതുവാനും അത് ആലപിക്കുവാനും ഒരു പ്രേരണ നമുക്കുണ്ടാകണം, ആത്മകഥ എഴുതുന്നത് പോലെ. ഒരു സ്തോത്രഗീതം എഴുതിയുണ്ടാക്കുവാനും അത് ആലപിക്കുവാനും നമ്മളെ ഒരുക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ചില സർഗശക്തികളാണ്. പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവിനെയാണ് സർഗശക്തി, ക്രിയേറ്റീവ് പവർ ഓഫ് എബിലിറ്റി എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർഗാത്മകത എന്ന് പറയാം. അത് എന്തിലെല്ലാം അടങ്ങിയിരിക്കുന്നു? മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, 1. ഹൃദയം നിറഞ്ഞിരിക്കുന്ന അനുഭവം, നന്മ നിറഞ്ഞവരായിരിക്കുന്ന അവസ്ഥ. 2. നന്മ കൊണ്ട് നിറയുവാൻ എളിമയുള്ളവരായിരിക്കുക. ശൂന്യമായ ശുദ്ധമായ പാത്രത്തിലേക്കാണ് വിലപ്പെട്ടത് വിളമ്പുവാൻ അല്ലെങ്കിൽ വിലപ്പെട്ടത് സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇവിടെ ശൂന്യമായിരിക്കുക എന്നാൽ എല്ലാം ഉപേക്ഷിക്കുക, എല്ലാം നഷ്ടപ്പെടുത്തുക എന്നല്ല അർത്ഥം. ടോട്ടലി റിസപ്റ്റീവ് ആവുക എന്നാണ് അതിനർത്ഥം. ശൂന്യമായ എന്നാൽ തിളങ്ങുന്ന പാനപാത്രമാണ് കാസ. അതിലാണ് കർത്താവിൻ്റെ തിരുരക്തമാകുന്ന വീഞ്ഞ് ഒഴിക്കുന്നത്. 3.
എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ള അവബോധം. അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ഒന്നും എൻ്റെ നേട്ടമോ സ്വന്തമോ അല്ല എന്ന അവബോധം. 4. നിറവിൻ്റെ അനുഭവത്തിൽ നിന്നും ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷം. എപ്പോഴും എവിടെയും എന്തിലും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ പോസിറ്റീവായ സമീപനമാണ്. പോസിറ്റീവ് തിങ്കിങ്, അതിൽ നിന്നാണ് ആ വാക്ക് ഉത്ഭവിക്കുന്നത്. അതിന് ഓപ്റ്റിമിസം എന്ന് പേര് പറയാം. 5. അതിൽ നിന്നും മനസ്സിൽ ഉദിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ് വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആഭിമുഖ്യം. അതിലൂടെയാണ് ഭാവിയെ കാണുവാൻ നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നത്. അതാണ് മാതാവിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന തലമുറകളെക്കുറിച്ച് പറയുന്നത്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അവസാനമായി, എന്നാൽ ആദ്യമായി തന്നെ പറയേണ്ടിയിരുന്ന ഒരു മനോഭാവം കൂടിയുണ്ട്. അത് കൃതജ്ഞതയോടെ നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് അവയെല്ലാം നന്മയിലേക്ക് നയിച്ചവയായി വഴിയോര കാഴ്ചകളായി കണ്ട് അവയ്ക്ക് വേണ്ടി നന്ദി പറയുക. ഈ 6 കാര്യങ്ങൾ സ്വഭാവ സവിശേഷതകളായി ഉള്ളവരുടെ ആത്മാവ് ശക്തമാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്താൻ അവർക്ക് കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നതാണ് മാതാവിൻ്റെ സ്തോത്രഗീതം. ഈ ധ്യാനചിന്തയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും സ്നേഹനിർഭരമായ ആശംസകൾ.